അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. നിങ്ങളോട് ഉണർത്താനുള്ളത്, എല്ലാ കുട്ടികളും കിതാബ് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇസ്തിഫ്ഹാമിൻ്റെ കുറേ അദവാത്തുകളും അതിൻ്റെ മഅനകളും അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൽ മആനില്ലത്തി തുസ്തഫാദു മിനൽ ഇസ്തിഫ്ഹാമി ബിൽ ഖറാഇനി. അൽ മആനി, ആശയങ്ങൾ. അല്ലത്തി, എങ്ങനത്തെ ആശയങ്ങളാണ്? തുസ്തഫാദു, ആ ആശയങ്ങൾ മനസ്സിലാക്കപ്പെടും. മിനൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിൽ നിന്നും. ബിൽ ഖറാഇനി, സാന്ദർഭിക തെളിവുകൾ കൊണ്ട്. അപ്പോൾ സാന്ദർഭികമായി ഈ ഇസ്തിഫാമിൽ നിന്നും കിട്ടുന്ന മറ്റുള്ള മായനകൾ നമ്മൾ അംബറിന് പറഞ്ഞു, നഹീനൊക്കെ അങ്ങനെ സാന്ദർഭികമായി വരുന്ന ചില മായനകൾ പറഞ്ഞിട്ടുണ്ട്, ചില ആശയങ്ങൾ. അതേപോലെ ഈ ഇസ്തിഫാമിനും എന്തുണ്ട്? സാന്ദർഭികമായി ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ഇസ്തിഫാമിൻ്റെ മായനയല്ലാതെ വേറെ ചില മായനകൾക്കൊക്കെ എന്ത് ചെയ്യും? ഉപയോഗിക്കും. അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. ഖാലൽ ബുഹ്തരി ഹലിദ്ദഹ്റു ഇല്ലാ ഗംറത്തുൻ വൻജിലാഉഹാ വശീകൻ വഇല്ലാ ളീഖത്തുൻ ഫിറാജുഹാ. വഖാല അബു ത്വയ്യിബ് ഫിൽ മദീഹി അതൽതമിസുൽ അഅദാഉ ബഅദ അല്ലദീ റഅത് ഖിയാമ ദലീലിൻ ഔ വുളൂഹ ബയാനി. ഖാല അൽ ബുഹ്തരി അലസ്ത അമ്മുഹും ജൂദൻ വഅസ്കാ ഹും ഊദൻ വഅംലാഹും ഹുസൂമാ. ഖാലൽ ബുഹ്തരി, ബുഹ്തരി എന്ന കവി പാടി, അലിദ്ദഹ്റു, കാലം അല്ലയോ, കാലമാണോ, കാലം ആണോ, ഇല്ല ഗംറത്തുൻ, ഒരു പ്രയാസം, ഷിദ്ദത്ത് നടത്തം, ഗംറത്തിൻ്റെ അർത്ഥം പ്രയാസം നിറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും ആണോ എന്ന് വെച്ചാൽ അല്ല, കാലം പ്രയാസം നിറഞ്ഞത് മാത്രമാണ് അർത്ഥം. കണ്ടില്ലേ, പടം ഇസ്തിഫാമിൻ്റെ മൈന മാറിയത് നഫീൻ്റെ മൈനായിട്ട് മാറി. അപ്പോൾ അലിദ്ദഹ്റു, കാലമാണോ, ഇല്ല ഗംറത്തുൻ, പ്രയാസം നിറഞ്ഞ ഒന്നല്ലാതെ മറ്റെന്തെങ്കിലുമാണോ. വഞ്ചില, ആ പ്രയാസം നീങ്ങിപ്പോകലും. ഇഞ്ചല എന്ന് പറഞ്ഞാൽ വെളിവാവുക എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോവുക. വശീക്കൻ, വളരെ പെട്ടെന്ന്. വശീക്കൻ സരിയ എന്ന അർത്ഥത്തിനാണ്, വളരെ പെട്ടെന്ന് നീങ്ങിപ്പോവും. പ്രയാസം ഉണ്ടാവും, അത് വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകും. അപ്പോൾ അങ്ങനത്തെ പ്രയാസമുണ്ടാവുകയും അത് വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകലും അല്ലാതെ വേറെന്താണ് കാലം? കാലം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണോ? അതന്നെയല്ലേ. വ ഇല്ല, അതുപോലെ തന്നെ വ ഇല്ല ളീഖത്തുൻ വൻഫിറാജുഹ, വ ഇല്ല ളീഖത്തുൻ വൻഫിറാജുഹ. ഗംറത്തുൻ വൻജിലാഉഹ എന്നുള്ളതും ളീഖത്തുൻ വൻഫിറാജുഹ രണ്ടും മുത്രാദിഫ. ളീഖത്ത് പറഞ്ഞാൽ കുടുസ്, പ്രയാസം തന്നെ. വൻഫിറാജുഹ പറഞ്ഞാൽ അത് ഇല്ലാതായി പോവുക എന്നർത്ഥം. രണ്ടാമത്തെ, വഖാല അബു ത്വയ്യിബ് ഫിൽ മദീഹി, അബു ത്വയ്യിബ് എന്ന കവി താൻ പുകഴ്ത്തുന്ന ആളെ വിഷയത്തിൽ പാടി, അതൽതമിസുൽ അഅദാഉ ബഅദല്ലദീ റഅത് ഖിയാമ ദലീലിൻ ഔ വുളൂഹ ബയാനി. അതൽതമിസു, തേടുകയാണോ, അതൽതമിസു തേടുകയാണോ, അൽഅദാഉ ശത്രുക്കൾ തേടുകയാണോ, ബഅദല്ലദീ റഅത ശത്രുക്കൾ കണ്ടതിന് ശേഷം, ആ ശത്രുക്കൾ കണ്ടതിന് ശേഷം, ഖിയാമ ദലീലിൻ ഒരു ദലീൽ നിൽക്കുന്നത്, തെളിവ് നിൽക്കുന്നത്, ഔ വുളൂഹ ബയാനി അല്ലെങ്കിൽ വിശദീകരണത്തിൻ്റെ വ്യക്തത അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം. അയാൾ പുകഴ്ത്തുന്ന ആൾ വിജയിച്ചു, അള്ളാഹു അദ്ദേഹത്തിന് വിജയം നൽകി എന്ന വിഷയത്തിൽ ദലീൽ അവിടെ ഉണ്ടായിട്ടും പിന്നെയും തെളിവ് തേടിയവർ നിൽക്കുകയാണോ? അങ്ങനെ നിൽക്കണ്ടെന്നർത്ഥം. കണ്ടില്ലേ. ഖാലൽ ബുഹ്തരി, വേറെ ഒരു കവി പാടി, അലസ്ത അമ്മഹും ജൂദൻ വഅസ്കാ ഹും ഊദൻ വഅംലാഹും ഹുസാമാ. അലസ്ത, താങ്കളല്ലയോ, അമ്മഹും അവരെ പൊതിഞ്ഞത്, ജൂദൻ ധർമ്മത്തിനാൽ, അപ്പോൾ അവർക്ക് വേണ്ട ധർമ്മങ്ങളൊക്കെ നൽകി അവരെ ധർമ്മം കൊണ്ട് മൂടിയത് നിങ്ങളല്ലയോ. വ അസ്കാഹും ഊദ, വ അസ്കാഹും ഊദ അവരിൽ
ഊദിനാൽ ഏറ്റവും പരിശുദ്ധനായവർ എന്ന് പറഞ്ഞാൽ അക്വാവും ജിസ്മെന്ന് അതിൻ്റെ അർത്ഥം. അതായത് ശരീരത്തിനാൽ ഏറ്റവും ശക്തിയുള്ള ആളും താങ്കളല്ലേ എന്നാ. വടി ഏറ്റവും ശുദ്ധമായതെന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? അയാളുടെ തടി ഏറ്റവും ശക്തിയുള്ള ആൾ താങ്കളല്ലേ എന്നർത്ഥം. ശരീരം ഏറ്റവും ശക്തവാനായ ആൾ താങ്കളല്ലേ. അംലാഹും അവരിലേറ്റവും മൂർച്ചയുള്ളതും ഹുസാമ വാളിനാൽ. അപ്പോൾ അലസ്ത താങ്കളല്ലേ ആമ്പം അവരിൽ ഏറ്റവും പൊതിഞ്ഞ ആൾ ജൂതൻ ധർമ്മത്തിനല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആൾ അവരിൽ നിങ്ങളല്ലേ. അതുപോലെ തന്നെ അവരിൽ ഏറ്റവും ശരീരശക്തിയുള്ള ആൾ നിങ്ങളല്ലേ. അവരിൽ ഏറ്റവും വാളിൽ മൂർച്ചയുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്ന ആൾ നിങ്ങളല്ലേ എന്നർത്ഥം. നിങ്ങളല്ലേ നിങ്ങൾ തന്നെയാണ് സ്ഥിരപ്പെടുത്തുകയാണ്. നിങ്ങളല്ലേ എന്ന് ചോദിക്കുക എന്നവിടെ നിങ്ങൾ തന്നെയാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ അവിടെ അർത്ഥം ഇസ്തിഫാമിൻ്റെ വക്കാലല്ലാഹറു വേറെ ഒരു കൈപാടി ഇലാമൽ ഖുൽഫ് ബൈനക്കും ഇലാമ വആദിഹിൽ ലജ്ജത്തുൽ കുബ്ര അലാമ. ഇലാമ ഏതുവരെ, അൽ ഖുൽഫു ഈ ഒരു അഭിപ്രായ വ്യത്യാസം ബൈനക്കും നിങ്ങൾക്കിടയിൽ. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം, ഈ പ്രശ്നങ്ങൾ അത് ഏതുവരെ? ഇലാമ ആദിഹിൽ ലജ്ജത്തുൽ കുബ്ര ഈ വലിയ ഒച്ചപ്പാടുകൾ, ഈ വലിയ അട്ടഹാസം അലാമ എന്തിൻ്റെ പേരിലാണ് എന്നവരെ ഒന്ന് പേടിപ്പിക്കുകയാണ് അല്ലേ. വേറൊരു കവി വക്കാല അബുത്തൊയ്യബി റസായി അബുത്തൊയ്യബ് ഒരാളിനെ അനുശോചിച്ചുകൊണ്ട് പാടി മല്ലിൽ മഹാഫിലി വൽ ജഹാഫിലി വസ്സുറാ ഫഖദത് ബിഫഖദിക നയ്യിറൻ ലാ യത്ലു വമൻ ഇത്തഖദത് അലൽ ളുയൂഫി ഖലീഫതൻ അല്ലാഹു വമിസ്ലുക ലാ യകാദു യുളയ്യിഉ. മൻ ആരാണുള്ളതിൽ മഹാഫിലി ഈ വലിയ സംഘങ്ങൾക്ക് ഇനി ആരുണ്ട്, വൽ ജഹാഫിലി ഈ വലിയ സൈന്യങ്ങൾക്ക് ഇനി ആരുണ്ട്. മഹാഫിൽ എന്നാൽ എന്താണ് സംഘങ്ങൾ നൃത്തം, ജഹാഫിൽ എന്ന് പറഞ്ഞാൽ സൈന്യങ്ങൾ നൃത്തം. വസ്സുറ രാത്രി നടത്തത്തിന് ഇനി ആരുണ്ട്. വസ്സുറ അല്ലെ രാത്രി നടത്തം, അതിന് ഇനി ആരുണ്ട്. ഫഖദത്ത് നിശ്ചയം നഷ്ടപ്പെട്ടു പോയി. ഫഖദത്ത് നഷ്ടപ്പെട്ടു പോയി. ബി ഫഖദിക്ക നിങ്ങളുടെ നഷ്ടം കൊണ്ട്, നിങ്ങൾ ഈ ദുനിയാവെന്ന് മരിച്ചുപോയ കാരണം നിങ്ങളെ നഷ്ടം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. നെയ്യറല്ലായുത്തിലോ ഒരിക്കലും ഇനി ഉദിക്കാത്തൊരു ചന്ദ്രൻ അല്ലെങ്കിൽ ഒരു നക്ഷത്രം ഇവിടെ ഇല്ലാതായിപ്പോയി. വമനിത്തഖത്ത അലൽ ളുയൂഫി ഖലീഫതൻ അല്ലാഹു വമിസ്ലുക ലാ യകാദു യുളയ്യിഉ. വമൻ ഒരുത്തനെ ഇത്തഖത്ത നിങ്ങളാക്കിയ അലൽ ളുയൂഫി അതിഥികളുടെ മേൽ ഖലീഫത്തൻ പ്രതിനിധിയാക്കിയാൽ അല്ലാഹു അവരൊക്കെ നഷ്ടപ്പെട്ടു പോകും. വമിസ്ലുക എന്നാൽ താങ്കളെപ്പോലത്തെ ആള് ലാ യകാദു യുളയ്യിഉ അതൊരിക്കലും നഷ്ടപ്പെടാൻ പറ്റാത്ത ഒന്നായിരുന്നു, നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം. അപ്പം അനുശോചിച്ചുകൊണ്ട് പാടിയാണ് മൻ ആരാണില്ലത്, ഇനി ആരുമില്ല, ഞങ്ങൾക്ക് ആരുണ്ട്. അപ്പം നിങ്ങൾ അത്രയും വലിയ ആളായിരുന്നു താദീമായി പറയാണ്. വക്കാല യഹ്ജു കാഫുറ ഇനി അബുത്തൊയ്യബ് കാഫുർ എന്ന കവിനെ ആക്ഷേപിച്ചുകൊണ്ട് പാടി. ഹജ യഹ്ജു എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക എന്നാണ്. അപ്പം അയാളെ ആക്ഷേപിച്ചിട്ട് പാടുകയാണ്. മിൻ അയ്യത്തി തുറുഖി യഅതി മിസ്ലുകൽ ഖറമു ഐനൽ മഹാജിമു യാ കാഫൂറു വൽ ജലമു. മിൻ അയ്യത്തി തുറുഖി എവിടുന്ന, ഏത് മാർഗത്തു നിന്നാണ്. യഅതി മിസ്ലകൽ ഖറമു നിന്നെപ്പോലൊരാളിലേക്ക് മാന്യത എവിടുന്ന് വരും. നിന്നെപ്പോലൊരാളിൽ നിന്നും ഏത് ഭാഗത്തു നിന്നാണ് കറമ് വരിക. ഐനൽ മഹാജിമു എവിടെയാണ് ആ കൊമ്പ് വെക്കുന്ന പാത്രം. യാ കാഫൂറെ വൽ ജലമു എവിടെയാണ് ആ കത്തിയ കാഫൂറെ എന്ന് ഓനെ ആക്ഷേപിക്കുകയാണ്. കണ്ടില്ലേ, കാരണം കാഫൂർ എന്താണ് ഷീദ് എന്ന ഒരാളുടെ കവിത ചെയ്യുന്നു. എന്ത് കാഫൂർ അടിമയായിരുന്നു എന്നാ, എന്തിന് കൊമ്പൊക്കെ വെച്ചിരുന്നു മിസ്റിൽ. അപ്പോൾ അയാളെ കൊമ്പ് വെക്കുന്ന പാത്രം ഇവിടെ കത്തി കൊടുക്കുന്ന വെച്ചിട്ട് അയാളെ എന്തൊക്കെയാണ് ഇൻസൾട്ട് ചെയ്യാനെന്ന് അർത്ഥം. മിൻ അയ്യത്തി തുറുഖിയ തീ മിസ്ലക്കൽ ഖറം നിന്നെപ്പോലത്തെ ആളുകൾക്ക് എവിടുന്നാണ് എന്ത് വരിക, കറമ വരിക എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലേ അദ്ദേഹത്തെ ഒന്ന് ആക്ഷേപിക്കുക. വഖാലൻ മറ്റൊരിക്കൽ അബുത്തൊയ്യിബിൽ മുത്തനബി പാടി ഹത്താമാ നഹ്നു നുസാരി നജ്മ ഫിൽ ളലമി വമാ സുറാഹു അലാ ഖുഫിൻ വലാ ഖദമി. ഹത്താമ ഏതുവരെയാണ് നഹ്നു ഞങ്ങൾ നുസാരി രാത്രി സഞ്ചരിക്കുന്നു, ഞങ്ങൾ രാത്രി നജ്മ നക്ഷത്രത്തിൻ്റെ കൂടെ ഞങ്ങൾ ഏതുവരെയാണ് പോവുക. ഫില്ലലം ഇരുട്ടിൽ, അങ്ങനെ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നക്ഷത്രം ഇങ്ങനെ നമ്മളെ കൂടെ വരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ കവിപാടാണ് ഏതുവരെയാണ് ഈ നക്ഷത്രത്തിൻ്റെ കൂടെ ഈ ഇരുട്ടിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത്. ഒമാ സുറാഹു
ആ നക്ഷത്രത്തിൻ്റെ സഞ്ചാരം അതിൻ്റെ രാത്രി പ്രയാണമല്ല അലാ ഹുഫിൻ, അത് കാലിൻ്റെ മേലല്ല. വല ഹുഫിൻ എന്ന് പറഞ്ഞാൽ കുളമ്പ് എന്ന് പറയില്ലേ, നമ്മളെ മൃഗങ്ങൾക്ക് കുളമ്പ് എന്ന് പറയില്ലേ കാല്. വല കദമിന്, കാലിൻ്റെ മേലിലോ കാൽപാദത്തിൻ്റെ മേലിലോ അല്ല അത് നടക്കുന്നത് നക്ഷത്രം. അപ്പം അതിന് ക്ഷീണം ഉണ്ടാവില്ല, കുഴക്കുണ്ടാവില്ല. നമ്മളങ്ങനെയല്ല, നമ്മളെ മുഖങ്ങൾ കുളമ്പിൻ്റെ മേലിൽ, നമ്മൾ കാലിൻ്റെ മേലാണ് നടക്കുന്നത്. അപ്പം അതിന് ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പം ഇത് പോകുന്നതനുസരിച്ച് നമുക്ക് എന്താവാൻ പറ്റൂല, പോകാൻ പറ്റൂലല്ലോ എന്നർത്ഥം. അപ്പോൾ അതൊരു പിന്തിന് കാരണം പറഞ്ഞ പോലെ ഇല്ലേ. അടുത്ത നോക്കി ഒക്കാലായുധൻ മറ്റൊരിക്കൽ ആര് പറഞ്ഞു, അബുത്തയ്യബ് പറഞ്ഞു, വഖദ് അസാബത്തുൽ ഹുമ്മ, മൂപ്പർക്ക് പനി ബാധിച്ചു. പനി പിടിച്ച സന്ദർഭത്തിൽ പറഞ്ഞു, അബിന്തദ്ദഹരി ഇന്ദി കുല്ലു ബിന്തിൻ ഫകൈഫ വസൽതി അൻത മിനസ്സിഹാമി. അബിന്തദ്ദഹരി, അല്ലയോ കാലഘട്ടത്തിൻ്റെ കാലവിപത്തെ അല്ലേ, കാലത്തിൻ്റെ മോളെന്ന് വെച്ചാൽ പനിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ദി, എൻ്റെ അടുക്കലുണ്ട് കുല്ല ബിന്തിൻ, എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എനിക്കുണ്ട്. അപ്പോൾ കൈഫ, പിന്നെ എങ്ങനെയാണ് വസൽത്തി, നീ എത്തിച്ചേർന്നത്, അന്തി, നീ തന്നെ മിനസ്സിഹാമി, ഈ ഒരു തിരക്കിനിടയിൽ ഇജ് എങ്ങനെ എനിക്ക് വന്നു. അപ്പം എനിക്കല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ പനിയും കൂടി വന്നപ്പോൾ പറയണേ, ഇത്രയും തിരക്കിനിടയിൽ നീ എൻ്റെ അടുക്കൽ വന്നൂലേന്ന് ഒരു അത്ഭുതം പറയുന്ന പോലെ പറയാണ്. ഖാല തആല, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, സവാഉൻ അലൈനാ അവഅൽത അം ലം തകും മിനൽ വാഇദീൻ. സവാഉൻ, സമമാണ്, അലൈന, നമ്മൾക്ക്, അവഅൽത, നബിയെ താങ്കൾ ഉപദേശിക്കലും, നിങ്ങൾ ഉപദേശിക്കട്ടെ, നിങ്ങൾ ഉപദേശിക്കുകയാണോ, അം ലം തകുൻ, അല്ലെങ്കിൽ നിങ്ങളാവൽ മിനൽ വാഇദീൻ, ഉപദേശിക്കുന്ന ആളുകൾ പെടാതിരിക്കലും നമുക്ക് സമമാണ് എന്ന് പറഞ്ഞാൽ തസ്വിയത്തിന് അറിയിക്കാം, രണ്ടും സമാണെന്ന് അറിയിക്കാം അല്ലേ. വേറൊരിക്കൽ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഖാല തആല ഫഹൽ മിൻ ശുഫഅ ഫയശ്ഫഉ ലനാ. അല്ലാഹു പറയാണ്, ഹൽ മിൻ ശുഫഅ, നാളെ കാഫിറുകൾ ചോദിക്കുന്ന ഹൽ മിൻ ശുഫഅ, ഹല്ലനാ മിൻ ശുഫഅ, ഹല്ലനാ ഞങ്ങൾക്കുണ്ടോ, മിൻ ശുഫഅ വല്ല ശുപാർശകരുമുണ്ടോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഫയശ്ഫഉ ലനാ, അവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമായിരുന്നു. അത് ആളുകളുണ്ടോ, ഉണ്ടാവില്ല. ഒരാഗ്രഹം പറയണ പോലെ, ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നർത്ഥം. ഫല്ല, ഞങ്ങൾക്കുണ്ടോ, ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായതിനെ നർത്ഥം. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെക്കുറിച്ച്, തുൻജീക്കും, ആ കച്ചവടം നിങ്ങളെ രക്ഷിക്കുന്നതാണ്, മിൻ അദാബിൻ അലീം, വേദനാജനകമാവുന്ന ശിക്ഷയെ തൊട്ട്, അദാബിനെ തൊട്ട് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടോ. ഒരാഗ്രഹം ഉണ്ടാക്കുകയാണല്ലേ, ഞാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന മാർഗം പറഞ്ഞിട്ടേ നോക്കുമ്പോൾ ഒരാഗ്രഹം ജനിപ്പിക്കുക. അപ്പം ഇങ്ങനെ ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബഹ്സ് നോക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അറഫ്ത ഫീമ മല അൽഫാദ് അൽ ഇസ്തിഫാമത്തി വ മആനിയഹ അൽ ഹഖീഖിയ. അറഫ്ത, നീ പഠിച്ചുപോയി, മനസ്സിലാക്കി, ഫീമ മല, കഴിഞ്ഞു പോയ പാഠങ്ങളിൽ, അൽഫാദ് അൽ ഇസ്തിഫാമി, ഇസ്തിഫാമിൻ്റെ ലഫ്ലുകളെയും, വ മആനിയഹ, അതിൻ്റെ അർത്ഥങ്ങളെയും, അൽ ഹഖീഖിയായ അതിൻ്റെ മായനകളൊക്കെ പഠിച്ചു. വഹുന, ഇനി ഇവിടെ, നുരീദു, നാം ഉദ്ദേശിക്കുന്നത്, അന്നുബയ്യിന ലക, നിനക്ക് വിശദീകരിച്ചു തരാനാണ്, അന്ന ആദിഹിൽ അൽഫാദ, ഇതേ ഇസ്തിഫാമിൻ്റെ ലഫ്ലുകൾ, കത്തഹ്റുജു, ചിലപ്പോൾ അത് പുറത്തു പോകും, ഇലാ മആനിൻ ഉഖ്റ, മറ്റു ചില ആശയങ്ങളിലേക്ക്, അർത്ഥങ്ങളിലേക്ക്, തുസ്തഫാദു, അത് മനസ്സിലാക്കപ്പെടും, മിന സിയാഖി, സന്ദർഭത്തിൽ നിന്നും. അപ്പോൾ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാകുന്നതായ മറ്റു ചില ആശയങ്ങൾ ഈ ഇസ്തിഫാമിൻ്റെ ലഫ്ദിനുണ്ട്. തദബ്ബിർ, നീ ചിന്തിച്ചു നോക്ക്, അലംസിലത്തൽ മുതഖദ്ദിമത, മുൻകഴിഞ്ഞ ഉദാഹരണങ്ങൾക്ക് ചിന്തിക്കൂ. തജിദ്, നിനക്കെത്തിക്കാം, അൽ ബുഹ്തരിയ, ബുഹ്തരി എന്ന കവി, ഫി മിസാലിൽ അവലി, ഒന്നാമത്തെ ഉദാഹരണത്തിൽ എന്താ പറഞ്ഞത്, ഹൽ ദഹ്റു ഇല്ലാ ഗംറത്തു വഞ്ചിലാവ എന്നാണ് പറഞ്ഞില്ലേ. ആ ഉദാഹരണത്തിൽ ബുഹ്തരി എന്ന കവി, ലാ യസ്അലു അൻ ഷൈഇൻ, അദ്ദേഹം അവിടെ ഒരു കാര്യത്തെക്കുറിച്ചും അവിടെ ചോദിക്കുന്നില്ല. വ ഇന്നമാ യുരീദു, പിന്നെ അവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്തുമാത്രമാണ്, അൻ യഖൂല, പറയാനാണ്, മദ്ദഹ്റു, കാലമല്ല, ഇല്ല ഷിദ്ദത്തുൻ, സർആനമായ ജലി, പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന പോലെ പ്രയാസങ്ങൾ മാത്രമാണ്
കാലം അതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഒമാ ഹുവ ഇല്ല യഅഖുബ ഫറജുൻ, ഒമാ ഹുവ ആ ദഹർ എന്ന് പറഞ്ഞതല്ല, ഇല്ല ദീഖുൻ ചില പ്രയാസങ്ങളും, യഅഖുബ അതിന് പിറകിൽ വരും, ഫറജുൻ അതിൽ നിന്നുള്ളതായിരിക്കുന്ന ചില വിടുതികൾ വരും. അങ്ങനത്തെ ഒരു സംഗതി അല്ലാതെ മറ്റൊന്നുമല്ല. ഫലഫ്ലു ഹൽ, അപ്പോൾ ഈ ഹൽ എന്ന ഇസ്തിഫാമിന് ലഫ്ദി ഫി കലാമിഹി, ആ കലാമിൽ ഇന്നമാ ജാഅത്തിൽ നഫി, അതെന്തിനാവുന്നത് നഫിക്കാണ്. കാരണം മദ്ദഹറു ഇല്ല ഷിദ്ദത്തു എന്നാണ് ഇപ്പോൾ അതിൻ്റെ വിശദീകരണം പറഞ്ഞത്. അപ്പം നഫീൻ്റെ മാനക്കാണ് ഇവിടെ ഈ ഹൽ എന്ന ഇസ്തിഫാമിൻ്റെ അക്ഷരം വന്നിട്ടുള്ളത്. ലാലി ത്വലബിൽ ഇൽമി ബിഷൈഇൻ കാന മജ്ഹൂല, അല്ലാതെ ലാലി ത്വലബിൻ തേടാൻ വേണ്ടിയിട്ടല്ല, അൽ ഇൽമ ത്വലബിൽ ഇൽമി ഒരു ഇൽമിനെ ഒരു അറിവിനെ ബിഷൈൻ ഒരു കാര്യത്തും കൊണ്ട് കാന മജ്ഹൂല അറിയാത്തതായിരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരു തേടാനല്ല. ഈ ഒന്നാമത്തെ ഉദാഹരണത്തിൽ എന്ത് വന്നിട്ടുള്ളത്, ഈ പറഞ്ഞ ഇസ്തിഫാമിൻ്റെ അദവാത്ത് വന്നിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മളിവിടെ നിർത്തുക. ബാക്കി ബഹ്സും ഖായിദയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, വിശദീകരിച്ച് നോക്കുക, മനസ്സിലാക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ അർത്ഥം വെച്ച് തന്ന ഭാഗം അതിൽ ചില പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ഉണ്ട്, അർത്ഥങ്ങൾ കിട്ടാത്ത, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ എഴുതി ഇൻഷാ അല്ലാഹ് അറിയിച്ചു തരിക. അതുപോലെ തന്നെ ഒന്നാമത്തെ ആ വിഷയം, അവിടെയുള്ള വിഷയം എന്താണെന്ന് നമ്മൾ ബസ്സിൽ പറഞ്ഞു. അപ്പോൾ അതും എന്ത് ചെയ്യുക, എഴുതി കാണിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.